ഈ വീട്ടിൽ നിന്ന് പോവേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അത് സെൻട്രൽ ജയിലിലേക്കാണെങ്കിലും നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും ഇവിടെ ഉള്ളതെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയിട്ടേ നമ്മൾ പോവൂ. ഒരാള് പോലും ഇവിടെ ജീവനോടെ ഉണ്ടാവരുത്. തോക്കുമെന്ന് ഉറപ്പായ പിന്നെ മുന്നും പിന്നും നോക്കാതെയുള്ള കളി. മനസ്സിൽ ധൈര്യം സംഭരിച്ചു വെച്ചോളൂ ജാസ്മിൻ. അല്ല, നീ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഞാനോ? ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അതെ, എന്റെ തലയിൽ കൈവച്ചിട്ട് പറ, നീ എന്നെ നോക്കിയില്ലെന്ന്. നീ ഇപ്പൊ കള്ളം പറഞ്ഞ എന്റെ തല പൊട്ടിത്തെറിച്ചു പോകും. വിശാൽ സാറേ, പറ. നോക്കി. ആ, എന്തിനാ നോക്കിയേ? അത് പറയാൻ. വിശാൽ സാറ് കുറെ മാറിപ്പോയി. ഞാൻ മാറിപ്പോയോ? എങ്ങനെ? വിശാൽ സാറ് കള്ളൊന്നും പറയാത്ത ആളാന്നാ ഞാൻ കരുതിയേ. എന്നിട്ട് ഞാനൊരു പെരുങ്കള്ളനാണെന്നാണ് നിനക്ക് മനസ്സിലായത്? അല്ല, അങ്ങനെയല്ല. പിന്നെ എന്താ നിന്റെ മനസ്സില്? വേഗം പറഞ്ഞേ. എന്നെ രക്ഷിക്കാൻ വേണ്ടി വിശാൽ സാർ കള്ളം പറഞ്ഞില്ലേ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞെന്നോ? ആരോട്? അമ്മയോട്. മ്യൂസിക് മാജിക് ലോജിക് ബോക്സിന്റെ കാര്യത്തില്. അതാണോ? അത് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ വേറെയും കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ. മണ്ഡപത്തിൽ വെച്ച് എന്റെ അമ്മ നിൽപ്പുണ്ടെന്നൊക്കെ. അങ്ങനെയൊക്കെ കള്ളം പറഞ്ഞിട്ടേ എന്തിനാ എന്നെ രക്ഷിക്കുന്നേ? എന്തിനാണെന്ന് നിനക്കറിയില്ലേ? ഇല്ല. എന്നാലേ നീ അറിയണ്ട. വിശാൽ സാറേ, നീ അങ്ങനെ എപ്പോഴേ കേട്ട് സൂഹിക്കണ്ട. എനിക്കറിയാം. വിശാൽ സാർ തന്നെ എന്നോടത് പറഞ്ഞിട്ടുണ്ട് അന്ന് അച്ഛന്റെ മുറിന്ന് പുറത്തിറങ്ങി വന്നപ്പോ. എന്ത്? ഈ പൊട്ടിപ്പെണ്ണിനോട് വിശാൽ സാറിന് എത്ര ഇഷ്ടമാണെന്ന്. അത് ഞാൻ വെറുതെ പറഞ്ഞത് അല്ല. വിശാൽ സാർ അത് ശരിക്കും പറഞ്ഞത് തന്നെയാ. ഇതാ പറഞ്ഞത്. നീ വെറും പൊട്ടിയാണെന്നും ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നും. അത് സത്യമാണെന്ന് വിശ്വസിച്ച് പുറകെ നടക്കുകയും ചെയ്യും. എന്തിനാ എന്നെ പിടിച്ചു നിർത്തുന്നത്? എന്നെ ഇഷ്ടമല്ലല്ലോ. വിട്ടേ, എനിക്ക് പോണം. എങ്ങോട്ട്? അടുക്കളയിലേക്ക്. ഞാനിവിടുത്തെ അടുക്കളക്കാരിയല്ലേ? അതെ, ഞാനും വരട്ടെ. എന്തിനാ? ഈ അടുക്കളക്കാരിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ. അതെ, പെൺകുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ തെമ്മാടികളാ. ഞാനും തെമ്മാടിയാ.
പക്ഷേ ഈ തെമ്മാടി ഈ പെൺകുട്ടിയെ മാത്രമേ നോക്കൂ. ആര്? ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു തട്ടിപ്പോ അറിയാത്ത നിഷ്കളങ്കയായ ഈ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ പേരറിയാമോ? അറിയാം. എന്താ പേര്? തേൻമിഠായി. തേൻമിഠായിയോ? ഇതാണ് ആ തേൻമിഠായി. മേക്കപ്പ് പ്രോഡക്റ്റ് എവിടെ വെച്ചെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഈ റൂമിൽ തന്നെ ഉണ്ട്. പൗഡർ, കൺമഷി, ഓ സിന്ദൂരം, സ്ലൈഡ്, പ്രഭേച്ചി എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇരിക്കു സുശീലേ. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങള് എനിക്ക് സുശീലയുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് തെറ്റായ അർത്ഥത്തിലൊന്നും എടുക്കരുത്. പക്ഷേ സുശീലയുടെ തീരുമാനം എന്തായാലും അത് തുറന്നു പറയുകയും വേണം. പ്രഭേച്ചി, ചേച്ചി എന്നെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലേ? അവിടെ രവീട്ടിനൊരു പ്രശ്നം ഉണ്ടായപ്പോ എനിക്ക് പെട്ടെന്ന് മടങ്ങി പോകേണ്ടി വന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചേച്ചി എന്നെ അറിയിച്ചതുകൊണ്ട് മാത്രാ ഞാൻ മടങ്ങി വന്നത്. പ്രത്യേകിച്ചും ഗോപിയേട്ടൻ തളർന്നു വീണൂന്നറിഞ്ഞപ്പോ. അതുതന്നെയാ എനിക്ക് സംസാരിക്കാനുള്ള വിഷയവും. ഞാൻ അനുഭവിക്കുന്ന പ്രധാന മനോവിഷമം ശേഖരേട്ടന് എന്നിൽ ജനിച്ച 2 മക്കളാണ്, വിപിനും വിനയും. വിശാൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ അത് പോരല്ലോ സുശീലേ. മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിന് ഒരടിത്തറ വേണ്ടേ? പ്രഭേച്ചി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. വിപിനും വിനയനും ഇവിടെ എന്ത് കുറവാ ഉള്ളത്? പെറ്റമ്മയുടെ മനസ്സിന്റെ വേദന പെറ്റമ്മയ്ക്ക് മാത്രമേ മനസ്സിലാവൂ. സോറി, സുശീലയെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് ചേക്കേറിയിട്ട് വർഷങ്ങൾ ഇത്രയോ ആയി. പക്ഷേ ഇതുവരെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഈശ്വരൻ നിങ്ങളെ കടാക്ഷിച്ചില്ല. ഗാർഗിയുടെ കാര്യം തന്നെ നോക്ക്, അതേ അവസ്ഥ തന്നെയല്ലേ ഇവിടെയും.
ഒരു തലമുറ ഈ വീട്ടിൽ ഉണ്ടാവില്ലെന്ന് വല്ല ശാപവും കിട്ടിയിട്ടുണ്ടാവും. ഇനിയുള്ള പ്രതീക്ഷ വിപിനിലും വിശാലിലുമാണ്. വിശാല് ജാസ്മിൻ മോളെ കല്യാണം കഴിക്കുന്നതോടെ അവന്റെ കാര്യങ്ങൾ സേഫ് ആവും. ഇനി വേണ്ടത് വിപിൻ ഒരു പെണ്ണാണ്. ഒരാലോചന വന്ന പെണ്ണു വീട്ടുകാര് ചോദിക്കില്ലേ ചെറുക്കന്റെ ആസ്തി എത്രയാണെന്ന്? ഞാൻ എന്ത് മറുപടി പറയും സുശീലേ? മനസ്സിലായി പ്രഭേച്ചി. ഓരോരുത്തർക്കും വേണ്ടത് അവരവർക്ക് തന്നെ കിട്ടണമെന്നല്ലേ ചേച്ചി പറഞ്ഞു വരുന്നത്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ഞാനല്ലല്ലോ, ഗോപിയേട്ടനും അമ്മയൊക്കെയല്ലേ. അതെ സുശീലേ, അത് തന്നെയാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അവസ്ഥയില് എന്റെ ഗോപിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ എന്ത് ചെയ്യും? എല്ലാം ഗോപിയേട്ടൻ വിശാലിന്റെയും പാർവതിയുടെയും പേരിൽ എഴുതി കൊടുത്തിരിക്കുകയല്ലേ. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഒരു വിൽപത്രം തയ്യാറാക്കണം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാം ആ അടുക്കളക്കാരി പാർവതിയുടെ അധീനതയിലാവും. അത് സുശീലയ്ക്ക് സഹിക്കാൻ പറ്റുമോ? എനിക്കും വിപിനും വിനയനും സഹിക്കാൻ പറ്റുമോ? ഇപ്പൊ കൂടെ നിൽക്കുന്ന ഗാർഗിയെ പോലും അവള് ചവിട്ടി പുറത്താക്കും. നോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഗോപിയേട്ടനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചാ ഞാനിവിടെ ഇല്ലേ? അമ്മയും ഞാനും കൂടി പ്രഭേച്ചിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കേടുകൂടാതെ ചെയ്തു തരും. ഞാൻ പറഞ്ഞ അമ്മ കേൾക്കാതിരിക്കില്ല. പക്ഷെ അതിനു മുമ്പ് പാർവതി വിശാലിനെ ഉപേക്ഷിച്ചിവിടുന്ന് പോയിരിക്കണം. ജാസ്മിൻ വിശാലിന്റെ ഭാര്യയാവുകയും വേണം. അതിന് സുശീല എന്റെ കൂടെ ഉണ്ടാവണം എന്നും. ഉറപ്പ്. പ്രഭേച്ചിക്ക് എന്നെ വിശ്വസിക്കാം. ഗോപിയേട്ടനൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബൊക്കയിൽ കെമിക്കൽ സ്പ്രേ ചെയ്തത് ഞാനാണെന്ന് തെളിയിക്കാൻ അവർക്ക് മേക്കപ്പ് പ്രോഡക്റ്റ് മാത്രം മതി. അതാ പാർവതിക്കോ ഗാർഗിക്കോ കിട്ടുക ചെയ്ത അപ്പൊ തന്നെ അത് അയാളെ ഏൽപ്പിക്കുകയും ചെയ്യും. നാശം, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അത്. നീ എന്താ ചൂലുമായി രാത്രി കറങ്ങി നടക്കുന്നേ? ഇതൊക്കെ പകല് ചെയ്താലെന്താ? പകൽ അവൾക്ക് ഇതിനൊന്നും നേരമില്ല സുശീലേ. ആക്രി സാധനങ്ങൾ വൃത്തിയാക്കാനും CI അരവിന്ദന് പൂക്കൾ പരിശോധിക്കാൻ കൊടുക്കാനും ഒക്കെയല്ലേ ഉള്ളൂ നേരം. അച്ഛന് മരുന്ന് കൊടുക്കുന്ന പോലെ ഓരോ ജോലിക്കും ഓരോ സമയമുണ്ടമ്മേ. അമ്മയും ആന്റിയും വിശാൽ സാറും ഒക്കെ രാത്രി തുമ്മാതെ കിടന്നുറങ്ങുന്നത് എല്ലാവരുടെ റൂമും രാത്രി ഞാൻ തൂത്ത് വൃത്തിയാക്കുന്നതുകൊണ്ടാ. ഓ, വലിയ കാര്യമായി പോയല്ലോ. വെറുതെ അല്ലല്ലോ ഇതൊക്കെ ചെയ്യുന്നേ. കൃത്യമായ ശമ്പളം മാസാമാസം എണ്ണി മേടിച്ചിട്ടല്ലേ?
നിന്റെ പറച്ചിൽ കേട്ടാ എന്തോ ഔദാര്യം ചെയ്യുന്ന പോലുണ്ടല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. എടി, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നീ മറുപടി പറയൂ. എങ്കി അതൊന്നും അറിയണമല്ലോ. ഡി, നീ എന്തിനാ ആ സരളയോട് ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാളുടെ ജോലി ഒരാളെ കൊണ്ട് ചെയ്യിക്കാന്ന് കരുതി സരള ചേച്ചിയോട് വരണ്ടാന്ന് പറഞ്ഞവര് തന്നെ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? കണ്ടോ കണ്ടോ, അവളെ നിഷേധത്തരം കണ്ടോ? നമ്മൾ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചപ്പോ അവള് നമ്മളെ ചോദ്യം ചെയ്യുന്നു. നിന്റെ അധികാരവും ഭരണമൊക്കെ ആ പാവം ജാസ്മിനോട് കാണിച്ചാ മതി. ഡി, ഈ വീട്ടിലെ മരുമകളാകേണ്ട പെണ്ണിനെ ഈ വീടിന്റെ ഔട്ട് ഹൗസിലേക്ക് മാറ്റിയത് നിന്റെ വിജയമായിട്ട് നീ കാണരുത്. അവളെ പുറത്താക്കിയതുപോലെ ഏത് നിമിഷവും അവള് നിന്നെയും ഈ കോമ്പൗണ്ടിന് പുറത്താക്കും. അതിനി അധികം ദിവസമൊന്നും വേണ്ടി വരില്ല. ഞാൻ ആരെയും പുറത്താക്കിയിട്ടില്ല. അമ്മ ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് പ്രകാരം നടപടിയെടുത്തത് അമ്മയുടെ മരുമകളാണ്. അന്ന് അമ്മ എന്തുകൊണ്ട് അത് തടഞ്ഞില്ല? എടീ, ദേ, വേണ്ട. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. കണ്ടില്ലേ അമ്മ കൈ പിൻവലിച്ചത്? അമ്മയ്ക്കും അറിയാം എന്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ലാന്ന്. കണ്ണടച്ച് നിൽക്കുന്നവർക്ക് കാഴ്ച ഇരുട്ട് മാത്രമായിരിക്കും. എനിക്കിനി അടുക്കളയും കൂടി വൃത്തിയാക്കിയിട്ടേ ഒന്ന് തല ചായ്ക്കാൻ പറ്റൂ. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ. എന്റെ പ്രഭേച്ചി, ഇത് വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്നൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജാസ്മിൻ മാത്രമല്ല ചേച്ചിയും ഈ വീടിന്റെ പടിക്ക് പുറത്താ. അതോർത്താ നല്ലത്. നാശം, അതാരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവോ ഇനി? ഇവളിതെവിടെ പോയി? നേരത്തെ കിടന്നുറങ്ങിയോ പാർവതി? ഇവള് നീ എന്താ ഇവിടെ തിരയുന്നേ? അതൊന്നുമില്ല ഗാർഗി, ഞാൻ എന്റെ ഒരു സാധനം ഇവിടെ വെച്ച് മറന്നായിരുന്നു. എന്ത് സാധനം? അത് പിന്നെ വാച്ച്. എന്റെ വാച്ച്. വാച്ചല്ലേ നിന്റെ കയ്യിൽ കിടക്കുന്നേ? അയ്യോ, ഇതല്ല, വേറൊരു വാച്ച് ഉണ്ടായിരുന്നു. സ്മാർട്ട് വാച്ച്. സ്മാർട്ട് വാച്ച് നീ കിടക്കുന്ന കട്ടിലിന്റെ അടിയിലാണോ നീ അഴിച്ചു വെക്കുന്നത്? കുന്തം പോയ കൊടുത്തലും തപ്പണമെന്നാണല്ലോ. നിന്റെ ഒരു കുന്തവും ഈ റൂമിലില്ല. എല്ലാം നിന്റെ പെട്ടിയിൽ വാരി നിറച്ച് ഹാളിൽ കൊണ്ടുവച്ചത് ഞാനല്ലേ.
ഇതിപ്പോ പാർവതിയുടെ റൂമാ. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ പാടില്ലേ? പാടില്ല. കാരണേ നീ ഒരു കള്ളിയാ, പേരും കള്ളി. വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കണ്ടാലേ നിനക്ക് ചിലപ്പോ അടിച്ചു മാറ്റാനൊക്കെ തോന്നും. ഓ, അതിനാ അടുക്കളക്കാരിയുടെ റൂമിലേ എന്ത് വിലപിടിപ്പുള്ള സാധനം ഉള്ളത്? എന്തോ ഒന്നുള്ളത് കൊണ്ടാണല്ലോ നീ പൂച്ചയെ പോലെ പതുങ്ങി വന്ന് ഇവിടെ മുഴുവനും അരിച്ചു പറക്കിയത്. വേഗ സ്ഥലം കാലിയാക്കിക്കോ. വിട്ടോ വിട്ടോ, ഇല്ലെങ്കിൽ ഞാനിത് സീനാക്കുവേ. ഉം